എല്ലാവർക്കും മലബാർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിത് പിന്നെയും വന്നിരിക്കുന്നത് ഡ്രൈവിംഗ് എംപയർ എന്ന് പറയുന്ന ഗെയിമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ റോബ്ലോക്സിന്റെ അകത്താണ് ഗെയിം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഗെയിമില്. അതിൽ അവരൊരു ട്രാക്ക് പാസിൽ ഒരു കാർ ഇറക്കിയിട്ടുണ്ട്, പിന്നെ ട്രാക്ക് പാസ് അല്ലാതെ ഒരു കാർ ഇറക്കിയിട്ടുണ്ട്. രണ്ടും ലിമിറ്റഡാ. ട്രാക്ക് പാസ് ലിമിറ്റഡ് അല്ലെന്ന് തോന്നുന്നു. മറ്റേ ഇത് പുതിയ മറ്റേ ട്രാക്ക് പാസ് അല്ലാത്തത് ലിമിറ്റഡാ. ആ വണ്ടി പോർഷയുടെ സ്പൈഡർ എന്ന് പറഞ്ഞ വണ്ടി. ആ വണ്ടി കുറച്ചാൾ മുമ്പ് വന്നതായിരുന്നു ഈ ലിമിറ്റഡ് സെയിലിൽ തന്നെ. പക്ഷെ ഇപ്പൊ റീസെയിൽ നടക്കും ലിമിറ്റഡ്. നമുക്ക് ഇന്ന് ആ വണ്ടി മേടിക്കണം, എന്തായാലും മേടിക്കണം. അപ്പൊ ഇതിനുവേണ്ടി കുറച്ച് നമുക്ക് ആ വണ്ടിക്ക് 3 മില്യൺ സംതിങ് ആണ്. ആ വണ്ടിക്ക് വേണ്ടിയുള്ള കാശ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ ഒരു 20 മില്യൺ ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു 21 മില്യൺ ആക്കിയിട്ട് ഈ ഒരു എമൗണ്ട് നിലനിർത്തുന്ന പോലെയൊക്കെ തന്നെ നമുക്ക് ഒരു ഇച്ചിരൂടെ ഗ്രൈൻഡ് ചെയ്ത് ഈ വണ്ടിക്ക് വേണ്ടി മാത്രം ഇച്ചിരൂടെ ഗ്രൈൻഡ് ചെയ്ത് അതിന് വേണ്ടി ലൈക്ക് ഈ 20 മില്യൺ സൂക്ഷിച്ച് ഒരു 20 മില്യൺ സൂക്ഷിച്ചിട്ട് നമുക്കൊരു വീടുണ്ട് ഈ ഗെയിമിൽ. അപ്പം അതിനുള്ള പരിപാടിയുമാണ്. ഈ വണ്ടി ബൈക്ക് വെച്ച് കൺട്രോൾ ചെയ്തിട്ട് പാടാ. ഈ ഗെയിമിൽ ബൈക്കിന്റെ കൺട്രോൾ അത്ര ശരിയല്ല. കണ്ട പിന്നെയൊക്കെ പോകും, വളർത്തി കഴിഞ്ഞാൽ അപ്പം തെന്നിപ്പോകും. അപ്പം ആ വണ്ടി 3.5 മില്യനാണ്. അതിനു വേണ്ടിയുള്ള ഇച്ചിരി കാശിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ വണ്ടി മേടിക്കുന്നു. ആ വണ്ടി നമ്മുടെ ഡീലർഷിപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ നിങ്ങളെ ഇപ്പൊ നമുക്ക് ഡീലർഷിപ്പിൽ പോയിട്ട് ആ വണ്ടി കാണിക്കാം. നല്ല രസം. പോർഷയുടെ വണ്ടിക്കൊക്കെ ഇംപ്രസ് ആവണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത് പോർഷയുടെ വണ്ടിക്കൊക്കെ ഒരു രസമുണ്ടല്ലോ. ഇതിപ്പോ പുതിയ ടൈപ്പ് പോർഷ GT3 അതേപോലത്തെ ടൈപ്പ് ഒന്നുമല്ല. ചിലർക്ക് ഇപ്പൊ മനസ്സിലാക്കുന്നത് സ്പൈഡർ എന്നാണ് അതിന്റെ പേര്. ഒരു ഓൾഡ് ടൈപ്പ് ഒരു വണ്ടിയാ. എനിക്ക് അതിന്റെ കറക്റ്റ് അറിയത്തില്ല. ഇതില് സ്പൈഡർ എന്നാ പേര്. ഇപ്പുറത്ത് കിടപ്പുണ്ട്. വണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. ബാക്കി നമുക്ക് പിന്നെ വണ്ടി മേടിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. ഞാൻ ചെറുതായിട്ടല്ല, മൊത്തം കണ്ട് കുഴപ്പമില്ല. എന്നാൽ ഇച്ചിരി അടുത്തുകൂടെ കാണിക്കാം ഞാൻ വണ്ടി മേടിച്ച് കഴിഞ്ഞിട്ട്. കുറച്ചു നേരമായിട്ട് ഗ്രൈൻഡ് ചെയ്യുമായിരുന്നു. നമ്മളൊരു 1 മില്യൺ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പം അന്നേരം നമുക്കിനി ഇപ്പൊ 1 മില്യൺ ഇപ്പൊ 21.4 സംതിങ് ആയി. ഇനി നമുക്ക് കുറച്ചുകൂടെ ഗ്രൈൻഡ് ചെയ്യണം. ലൈക്ക് 3 മില്യന്റെ വണ്ടിയാണല്ലോ. നമുക്ക് ഏകദേശം ഒരു ഇതാക്കണം. ഞാൻ 21 നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു. നമുക്കൊരു ഏകദേശം ഒരു സിമിലർ ആക്കണമല്ലോ. ലൈക്ക് കാശ് പോകുന്നത് എന്താണെന്ന് അറിയത്തില്ല. ഒരു കാണാനൊരു സുഖമില്ല. ഈ ഗെയിമിൽ കാശ് പോകുമ്പോഴേ ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഈ വണ്ടിക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഡീലർഷിപ്പ്. ഇത് ഞാൻ കാണിച്ചിട്ടില്ല നിങ്ങളെ. ഇപ്പം എന്തായാലും കറക്റ്റായിട്ട് ഇങ്ങനെ വന്ന് ഇരുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ കയറ്റിയതാ. ആ ഡീലർഷിപ്പിൽ ആ പച്ച സ്പോട്ട് കണ്ടായിരുന്നു. ആ പച്ച സ്പോട്ടിലാണ് നമ്മൾ ചെന്ന് നിൽക്കുമ്പോഴാ ഡീലർഷിപ്പിന്റെ ഇത് വണ്ടിയുടെ ലിസ്റ്റൊക്കെ ഓപ്പൺ ആവുന്നത്. അപ്പൊ നമുക്ക് ഇനി റേസ് കളിക്കാം. റേസ് ഞാൻ കളിച്ചിട്ടില്ല ഇതിൽ കുറെ നാളെ കളിച്ചിട്ട്. ലൈക്ക് നമ്മുടെ ചാനലിൽ ഞാൻ റേസ് കളിച്ചിട്ടില്ല. ക്രോസ് കൺട്രി റേസ് കളിക്കാം. അതാണ് ഞാൻ എപ്പോഴും കളിക്കുന്ന റേസ് ആയിരുന്നു. ക്രോസ് കൺട്രി 93,000 കിട്ടും. ഈ ജോയിൻ ക്യൂ ഒന്നെങ്കിൽ മൾട്ടിപ്ലെയർ ഈ സെർവറിലുള്ള പരിപാടി തന്നെ നമുക്ക് കളിക്കാം. അല്ലെ ജോയിൻ ക്യൂ ചെയ്താൽ ഏതെങ്കിലും ഒക്കെ സെർവർ കിടക്കുന്നവരുടെ കൂടെ നമുക്ക് കളിക്കാം. അതാകുമ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. മറ്റേതാണ് ആൾക്കാർ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ലോഡ് ആവുകയാണ്. ലോഡായിട്ട് നമ്മളൊരു ഹബിലോട്ട് കൊണ്ടുപോകും. അത് എയറിലാണ് നിൽക്കുന്നത്. അതും ഞാൻ കാണിച്ചു തരാം. നമ്മുടെ നോർമൽ ലാൻഡിലല്ല ഈ സാധനം നിൽക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ നോർമൽ സിറ്റിയിൽ ലൈക്ക് നോർമൽ വേൾഡിൽ കാണാൻ പറ്റില്ല. ഈ സ്ഥലം എവിടെയാണ്, ഏതോ സ്ഥലത്താണ് നിൽക്കുന്നത്. മേ ബി ഇത് വേറെ സെർവർ ആയിരിക്കും ഇതിനു വേണ്ടി മാത്രമുള്ള. എന്തായാലും എനിക്ക് അതറിയത്തില്ല. ഇപ്പൊ കാണിച്ചു തരാം ഞാൻ. ഇന്നാണ്ട് കണ്ടോ സൈഡ് നിർത്തിയിട്ട് ഇങ്ങനെ ഗ്ലിച്ച് എടുപ്പിച്ച് കഴിഞ്ഞാൽ കണ്ട ഏറി നിൽക്കുക. നമ്മൾ ഈ പ്ലാറ്റ്ഫോം എയറിലാണ് നിൽക്കുന്നത്.
അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇതുവരെ ആരും വന്നിട്ടില്ല. ചിലപ്പോൾ നമ്മൾ വരുന്നതിന് മുമ്പേ ഇവിടെ ആൾക്കാർ കാണും. ഇനിയിപ്പോൾ നമ്മൾ ഈ സെർവറിൽ നിൽക്കും തോന്നില്ല, കാരണം സെലക്ട് വെഹിക്കിൾന്ന് വന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ വേറൊരു സെർവറിലോട്ട് നമ്മളെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അവിടെ വേറെ ആൾക്കാർ ലൈക്ക് നമുക്ക് എതിരായിട്ട് കളിക്കുന്നവർ കാണും, പ്ലേയേഴ്സ് കാണും. നമ്മളിപ്പോൾ പിന്നെ അങ്ങോട്ട് മാറ്റും. അപ്പം അവിടെ എത്തിയിട്ട് കാണാം. അയ്യോ, അപ്പം മാച്ച് ഇപ്പൊ തുടങ്ങും. ഇപ്പൊ ഈ ക്രോസ് കൺട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റി എല്ലാം മറ്റേ മൗണ്ടൻ ഏരിയ ഉണ്ടല്ലോ, അതൊക്കെ ചുറ്റി നമ്മളൊരു ട്രാക്ക് ലൈക്ക് സ്പെഷ്യൽ സർക്യൂട്ട് പോലത്തെ ഒരു ട്രാക്കില്ല, നമ്മുടെ നോർമൽ റോട്ടിൽ കൂടി തന്നെ ഓടിക്കുക. അപ്പം ഭയങ്കര രസം ഓടിക്കാൻ. അപ്പൊ കുറെ നാളെ ഞാൻ കളിച്ചിട്ട്. അപ്പം തുടങ്ങി. ഈ റേസൊക്കെ കളിച്ചിട്ട് ഞാൻ ഈ വണ്ടിയൊക്കെ മേടിച്ച് അന്ന് ഈ മറ്റേ ജോബും മറ്റേ പോലീസാവുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴതൊക്കെ വന്നു. ഇപ്പൊ അതൊക്കെ വന്നപ്പോൾ റേസൊക്കെ ആൾക്കാർ കളിക്കുന്ന കുറഞ്ഞു. എസ്പെഷ്യലി ഞാൻ കളിക്കാറ് പോലും ഇല്ല. ഇപ്പൊ ഞാൻ കളിക്കുന്നത് മടുത്തിട്ട്, മറ്റേത് ഒത്തിരി ആകുമ്പോൾ നമുക്കൊക്കെ മടുക്കും. ഇത് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് അപ്പൊ നമ്മള് ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് റേസ് കളിക്കും. ഇടയ്ക്ക് റേസൊക്കെ കളിച്ച് കഴിയുമ്പോൾ കൈയൊക്കെ മരവിച്ചിരിക്കും. ഈ ക്രോസ് കൺട്രി ഒക്കെ കളിക്കും. ഇത് ബട്ടൺസ് ഞെക്കി വിരലൊക്കെ അനങ്ങാൻ ഉണ്ടാവും. മൊത്തം വളവാ. അപ്പോൾ ഇനി റേസ് നിങ്ങൾ ആസ്വദിക്കുക. ഒത്തിരി ഉണ്ട്. ഒത്തിരി എന്ന് പറഞ്ഞാൽ 3 മിനിറ്റിന്റെ റേസ് എന്തുവാ. അപ്പോൾ ഇനി റേസ് കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ നമ്മൾ റേസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് കുറച്ചുകൂടെ ഗ്രൈൻഡ് ചെയ്യണം. ലൈക്ക് ഇനി ക്രൈംസും ഒക്കെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പം
നമ്മൾ അതും കംപ്ലീറ്റ് ചെയ്തു. ക്രൈം ചെയ്ത് അത്യാവശ്യം കാശുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കിനി ആ വണ്ടി മേടിക്കാം. അതിനുള്ളതൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ആ വണ്ടി മേടിച്ചിട്ട് അതിന്റെ സ്പീഡ് ടെസ്റ്റും പവറും എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് നല്ല വണ്ടി കസ്റ്റമൈസ് ചെയ്യണം. ലൈക്ക് അതിന്റെ കളറൊക്കെ ഒന്ന് മാറ്റണം. ഒരു വെറൈറ്റി കളർ ഉണ്ട്. അപ്പൊ നമുക്ക് വണ്ടി അങ്ങ് മേടിക്കാം. ഒന്നും നോക്കുന്നില്ല, ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണും പൂട്ടി വണ്ടി മേടിച്ചിരിക്കുന്നു. യെസ്. അപ്പൊ അടുത്ത ലിമിറ്റോടുകൂടെ നമ്മുടെ കളക്ഷനിലേക്ക് ആഡ് ആയിരിക്കുന്നു. എനിക്കൊരു ടയർ വെള്ള കളർ വല്ലാത്തോണ്ട് തോന്നുന്നു. അതും മാറ്റണം നമുക്ക്. അത് ബ്ലാക്ക് ആകണം. ലൈക്ക് ബ്ലാക്ക് അല്ല, നമുക്കതൊരു കളർ ഉണ്ട്. ലൈക്ക് ഞാൻ എന്റെ വണ്ടിക്ക് എല്ലാം ചെയ്യുന്നത് ബ്ലാക്ക് അല്ല, ഒരു ഡാർക്ക് ബ്ലൂ മിക്സ് ആയിട്ട് കാണിക്കും. ദൂരെ നോക്കുമ്പോൾ ബ്ലാക്ക് ആയിരിക്കും, പക്ഷേ അതൊരു ഡാർക്ക് ബ്ലൂ ആയിരിക്കും. അങ്ങനെ ഒരു കളർ. അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പൊ നമുക്ക് നേരെ കസ്റ്റമൈസേഷനിലോട്ട് കേട്ടാം. അത്യാവശ്യം തെക്കുണ്ട്. ഞാൻ ഓടിച്ചിങ്ങി വന്ന് കസ്റ്റമൈസേഷൻ പുറയിലായിരുന്നു. ഈ വണ്ടിയുടെ റൂഫൊക്കെ ഓപ്പൺ ചെയ്യാൻ തോന്നുന്നു. റൂഫ് ഓപ്പൺ ചെയ്യാൻ, റൂഫ് പിന്നെ സ്പോയിലർ ഉണ്ട്. റൂഫ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഇരിക്കും. കൊള്ളാം കൊള്ളാം, അത്യാവശ്യം കുഴപ്പമില്ല. അത് ഇന്റീരിയറും കൊള്ളാം. മഞ്ഞ കളർ അതും കൊള്ളാം, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പോർഷയാണുള്ളത്, അപ്പൊ ഇന്റീരിയർ എല്ലാം സെറ്റ് ആയിരിക്കും. അപ്പൊ നമുക്കൊന്ന് കസ്റ്റമൈസ് ചെയ്തെടുക്കാം വണ്ടി. യെസ്. അപ്പൊ ഗൈസ് നമ്മൾ അത്യാവശ്യം കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് ഈ കളർ കണ്ട ക്രോം ആണെന്ന് തോന്നുന്നു. ഈ 3 റെഡ് തന്നെ, 3 നമ്മൾ റെഡായിട്ട് എടുത്തേക്കുന്നത്. ഈ കളർ ക്രോം ആണെന്ന് തോന്നുന്നു, പക്ഷെ അത് റെഡ് ഇട്ടിട്ടുണ്ട്. രാത്രിയിൽ അത് മനസ്സിലാക്കുന്നു. രാത്രി ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. വേറൊരു വെറൈറ്റി കളറാണ്. ഞാൻ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ആ വണ്ടിയുടെ ഡിഫറൻസ് അങ്ങ് കാണിച്ചത്. ഇപ്പൊ നമ്മൾ ചെയ്ത് അപ്ഗ്രേഡ് ഒന്നും ചെയ്തിട്ടില്ല. കണ്ടോ, ഒരു നേരത്തെ ചോമ്പായിരുന്നു, ഇപ്പൊ നമ്മൾ ക്രോം ആക്കി. റെഡ് 3 ബ്ലാക്കിൽ നിന്ന് നമ്മൾ റെഡ് ആക്കി. പിന്നെ ടയേഴ്സ് നമ്മൾ മറ്റേ കളറാക്കി. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റേ ടയേഴ്സ് നമ്മൾ മറ്റേ ഒരു ബ്ലൂയിഷ് ടിൻ്റുള്ള ഒരു കളറായിരുന്നു. ദൂരെ നോക്കിയാലും ഈ ഭയങ്കര ക്ലോസായിട്ട് വന്ന് നോക്കിയാലും നമുക്കത് ബ്ലൂ ടിൻ്റ് ഉണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. കണ്ട ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ബ്ലാക്ക് ആണെന്നേ തോന്നുള്ളൂ. അങ്ങനെ ഒരു കളറാണ്. ലൈക്ക് നമുക്കൊരു ഇത് വേണമല്ലോ, നമുക്കൊരു ഐഡന്റിറ്റി വേണമല്ലോ നമ്മുടെ വണ്ടിയാകുമ്പോൾ. അപ്പൊ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ നമുക്കിനിയും മറ്റേ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സ്പീഡ് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, മറ്റേ വലിയ ഹൈവേ, അങ്ങോട്ട് പോവാം. അവിടെ പോയിട്ട് നമുക്ക് വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാം. ഞാൻ അപ്ഗ്രേഡ് ഒന്നും ചെയ്തിട്ടില്ല, ഒരു സ്റ്റോക്ക് തന്നെ. ഞാൻ മറ്റേ കളേഴ്സ് ഒന്ന് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഇന്ത്യയിലും അങ്ങനെ തന്നെ. ഇന്ത്യയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ബാക്കി ചേഞ്ചസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇനി സ്ട്രീറ്റ് ടു മറ്റേ ഹൈവേയിലോട്ട് പോവാം. മുകളിലോട്ട് കയറിയാൽ നമ്മുടെ ഹൈവേ എത്തും. ഇത് നേരത്തെ പറഞ്ഞിട്ട് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു വളവ് കഴിഞ്ഞാൽ നമ്മുടെ ഹൈവേ ആണ്. അതിൻ്റെ മുമ്പ് വേറൊരു വണ്ടി എടുത്ത് പകുതി വരെ പോകണം. അത് നമുക്ക് ഫുള്ള് ഈ വണ്ടി കൊണ്ടൊക്കെ പോകണം. ലൈക്ക് വലിയ ഹൈവേ ആണ്, ഭയങ്കര ഇതുണ്ട്. ഈ വണ്ടി ടോപ്പ് സ്പീഡ് അത്ര ഇല്ലാത്തതുകൊണ്ട് വേറെ വണ്ടി എടുക്കണോ? അല്ലേ വേണ്ട, ഇതുകൊണ്ട് തന്നെ പോവാം. ഇതുകൊണ്ട് തന്നെ പോവാം. വണ്ടിയുടെ ഫുൾ പവർ അങ്ങ് എടുക്കാം. ഈ ടൈം എടുക്കും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ആ സമയം കൊണ്ട് നിങ്ങൾ വണ്ടിയുടെ ശബ്ദം ഞാൻ ഫുൾ ലൈക്ക് നല്ല വോയിസ് ആക്കി തരാം. നിങ്ങൾ കേട്ട് ആസ്വദിക്കുക. എന്നിട്ട് നമുക്ക് എൻഡിങ് ആകുമ്പോൾ ഒരു ബ്രേക്ക് ടെസ്റ്റ് കൂടെ ചെയ്യാം. മറ്റേ ബോർഡർ ഉണ്ടാവും, അതിൻ്റെ ഒരു ബ്രേക്ക് ടെസ്റ്റ് കൂടെ ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. കൂലർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ സൗണ്ട് ആസ്വദിക്കുക. അത്രേ ഉള്ളൂ.
എപ്പിസോഡിന്റെ എൻഡിങ് ആവാറായെന്ന് തോന്നുന്നു. ഇന്നത്തെ വീഡിയോയെ പറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയിക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇനിയും ഒത്തിരി ഗ്രോ ചെയ്യാനുണ്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ എൻഡിങ് ആവാറായെന്ന് തോന്നുന്നു. യെസ്, നമ്മൾ എൻഡിങ് എത്താറായി. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ടോപ്പ് സ്പീഡ് 344 ആണ്. കുഴപ്പമില്ല, ലിമിറ്റഡ് ആയിട്ട് തന്നെ ഞാൻ മേടിച്ചത്. ടോപ്പ് സ്പീഡ് ഒന്നും അത്ര കാണത്തില്ലെന്ന് അറിയായിരുന്നു. പെട്ടെന്ന് സ്പീഡ് എടുക്കുന്നുണ്ട്. പിന്നെ നൈട്രോ വെച്ച് ഞാൻ ചെയ്തില്ലല്ലോ ടെസ്റ്റ്, മറന്നുപോയി. വണ്ടിയുടെ ശബ്ദം കേട്ട് ഞാനങ്ങ് മുഴുകിപ്പോയി. ഇല്ല മുഴുകിപ്പോയി, അങ്ങനെ എന്തല്ലേ പറയുന്നത്. അതാ ഞാൻ പറഞ്ഞ ആ കളർ, ആ ക്രോമിലെ റെഡിന്റെ ഉണ്ട് തിളങ്ങുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. അവസാനം വരെ വളരെ നന്ദി. സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.